സഹോദരീ സഹോദരന്മാരെ, LDF സർക്കാരിൻ്റെ 4ാം വാർഷിക ആഘോഷ പരിപാടികൾക്ക് കാസർഗോഡ് നിന്ന് തുടക്കം കുറിക്കാം എന്ന് തീരുമാനിച്ചതിന് പ്രത്യേക കാരണമുണ്ട്. കാസർഗോഡിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം രൂപീകരിച്ച ആദ്യ സർക്കാരിന് നേതൃത്വം കൊടുത്ത സഖാവ് EMS തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ മണ്ണിൽ വെച്ചായിരുന്നു. ഇവിടം പ്രതിനിധീകരിച്ചുകൊണ്ടാണ് സഖാവ് EMS നിയമസഭയിലേക്ക് പോയത്. നീലേശ്വരം മണ്ഡലം. ആ സർക്കാരിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തിൻ്റെ വികസനത്തിന് ഭദ്രമായ അടിത്തറയിട്ട സർക്കാരായിരുന്നു അത്. അത്തരമൊരു സർക്കാരിന് നേതൃത്വം കൊടുത്ത EMS മത്സരിച്ച മണ്ണിൽ തന്നെ ഇതിൻ്റെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയുന്നത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ 4ാം വാർഷികം എന്ന് പറയുന്നുണ്ടെങ്കിലും 2016 കേരളീയരാകെ ശപിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്തിന് അറുതി വരുത്തിക്കൊണ്ട് LDF സർക്കാർ അധികാരത്തിൽ വരുന്നത്. അങ്ങനെ കണക്കാക്കിയാൽ 9 വർഷമായി തുടരുന്നൊരു സർക്കാരിൻ്റെ ഭാഗം കൂടിയാണ് 2021 അധികാരത്തിലേറിയ സർക്കാരിൻ്റെ 4ാം വാർഷികം. ഇവിടെ 2016 തകർന്നടിഞ്ഞു കിടന്ന ഒരു നാടിൻ്റെ ഭരണസാരഥ്യമാണ് ജനങ്ങൾ LDFനെ ഏൽപ്പിച്ചത്. അത് ഈ നാടിനെ കാലോചിതമായി മാറ്റി തീർക്കണം, മറ്റു പ്രദേശങ്ങളിൽ ലഭിക്കുന്ന വികസനം ഞങ്ങൾക്കും വേണം, ഈ നാടിനും വേണം, നാടിൻ്റെ പുരോഗതി ഉറപ്പുവരുത്തണം. അന്നത്തെ വിവിധ പ്രശ്നങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. ഇത്തരത്തിലുള്ള ഒരു ദൗത്യമാണ് LDF സർക്കാരിനെ ജനങ്ങൾ ഏൽപ്പിച്ചത്. ആ ദൗത്യം നിറവേറ്റാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് പ്രതിസന്ധികളാണ് നമുക്ക് നേരിടേണ്ടി വന്നത്. ഒട്ടേറെ പ്രകൃതി ദുരന്തങ്ങൾ, അതോടൊപ്പം മാരകമായ പകർച്ചവ്യാധികൾ, ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ
യഥാർത്ഥത്തിൽ നാടിനെ കൂടുതൽ തകർച്ചയിലേക്ക് നയിക്കും വിധമുള്ളതായിരുന്നു. പക്ഷേ നമുക്ക് തകരാൻ പറ്റുമായിരുന്നില്ല. നമുക്ക് ഇതിനെയെല്ലാം അതിജീവിച്ചേ മതിയാകുമായിരുന്നുള്ളൂ. നിപ്പയും ഓക്കിയും 2018 നൂറ്റാണ്ടിലെ മഹാപ്രളയവും തൊട്ടു പിന്നാലെ 2019 അതിരൂക്ഷമായ കാലവർഷക്കെടുതിയും ഇതിൻ്റെയെല്ലാം ആഘാതത്തിൽ നിന്ന് മോചിതമാകുന്നതിന് മുൻപ് ഒന്ന് നിന്ന് ശ്വാസം കഴിക്കുന്നതിന് മുൻപ് തന്നെ ലോകത്തെയാകെ വിറങ്ങലിപ്പിച്ച മഹാമാരി കോവിഡിൻ്റെ ആക്രമണം. ഇത്തരത്തിലുള്ള ഒട്ടേറെ പ്രതിസന്ധികളാണ് നമുക്ക് നേരിടേണ്ടി വന്നത്. അത്തരം പ്രതിസന്ധികൾ ഒരു നാടിനുണ്ടായാൽ, ഒരു സംസ്ഥാനത്തിനുണ്ടായാൽ, ആ സംസ്ഥാനത്തിൻ്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അതിൽ നിന്ന് അതിജീവനം നേടാൻ സഹായിക്കാൻ ബാധ്യതയുള്ള സർക്കാരാണ് കേന്ദ്ര സർക്കാർ. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഒരു ഘട്ടത്തിലും ആവശ്യമായ സഹായം നമുക്ക് ലഭിച്ചില്ല. തീർത്തും നിഷേധാത്മക നിലപാട് സ്വീകരിച്ചു. ലഭിക്കുന്ന സഹായം തന്നെ തടയുന്ന നിലയുണ്ടായി. മറ്റുള്ളവർ നൽകുന്നത് പോലും തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് തടയുന്ന നിലയുണ്ടായി. തകരട്ടെ, കൂടുതൽ തകരട്ടെ, ഈയൊരു നശീകരണ വികാരം അതായിരുന്നു കേന്ദ്ര സർക്കാരിനെ നയിച്ചു. ഇവിടെ പറഞ്ഞു, ഏറ്റവും ഒടുവിലുള്ള മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൻ്റെ കാര്യമടക്കം. നൂറ്റാണ്ടിലെ മഹാപ്രളയം നമ്മുടെ ഈ പ്രദേശമൊക്കെ ഒഴികെ കേരളത്തിൻ്റെ മറ്റെല്ലാ ഭാഗങ്ങളും തകർത്തെറിഞ്ഞ പ്രകൃതി ദുരന്തമായിരുന്നു. ലോകമാകെ എങ്ങനെയാണ് കേരളം ഇതിൽ നിന്ന് കരകയറുക എന്ന് ചിന്തിച്ച സമയം. പക്ഷേ സഹായങ്ങൾ നിഷേധിച്ചിട്ടും നമുക്ക് നമ്മുടെ നാട് പ്രിയപ്പെട്ടതായതുകൊണ്ട് തന്നെ ആ നാട് അതിജീവനം ഉറപ്പുവരത്തക്ക രീതിയിൽ ജനങ്ങളാകെ സർക്കാരുമായി സഹകരിച്ച് നിലപാടെടുക്കാൻ തയ്യാറായി. പിന്നീട് രാജ്യവും ലോകവും ആശ്ചര്യത്തോടെയാണ് കേരളത്തെ നോക്കിക്കണ്ടത്. എങ്ങനെ ഈ രീതിയിൽ അതിജീവിക്കാനായി? ഒരു കാരണം മാത്രമേ അതിനുള്ളൂ. നമ്മുടെ നാടിൻ്റെ ഒരുമ, ജനങ്ങളുടെ ഐക്യം ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള കരുത്തായി മാറുകയായിരുന്നു.
കേന്ദ്ര സർക്കാർ നിഷേധ നിലപാട് സ്വീകരിച്ചിട്ടും കേരളം പുറകോട്ട് പോയില്ല. തകരട്ടെ എന്നാഗ്രഹിച്ചെങ്കിലും വിവിധ കാര്യങ്ങളിൽ ഇതാ രാജ്യത്തിൻ്റെ മുന്നിൽ നമ്പർ 1 എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന് കേന്ദ്ര ഗവൺമെൻറ്റേതായ അവാർഡുകൾ ഒന്നിനു പുറകെ ഒന്നായി കേന്ദ്രത്തിന് തന്നെ നൽകേണ്ടി വന്നു. നമ്മുടെ ദുരന്തങ്ങളെ അതിജീവിച്ച നില മാത്രമല്ല, ജനങ്ങൾ തങ്ങളെ ഏൽപ്പിച്ച LDFനെ ഏൽപ്പിച്ച ആ ഉത്തരവാദിത്വം, അതിനോട് ആകാവുന്നത്ര നീതി ചെയ്ത് കേരളത്തെ പുരോഗതിയിലേക്ക് നയിക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. ഞാനിപ്പോൾ ഓരോന്നും എടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ കേരളത്തിൽ നടക്കില്ല എന്ന് കരുതിയ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഒരു ഭാഗത്ത് നാഷണൽ ഹൈവേ, ഇതാ ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇന്നലെ 2-3 ദിവസം മുമ്പ് ഞാനൊരു വരവ് ഇവിടെ വന്നിരുന്നു. വെള്ളൂരിലൊരു വരേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. ഞാനെന്തോ ആലോചിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളൂർ എത്തിയിരിക്കുന്നു. അപ്പം അതങ്ങനെ അത്രയും സമയം ഇപ്പോൾ വേണ്ടതുള്ളൂ. അന്ന് ഞാൻ വീട്ടിൽ നിന്നാണ് വന്നത്, എന്നിട്ടും വെള്ളൂരെത്താൻ വലിയ സമയം എടുത്തില്ല. ഇപ്പോൾ പിലിക്കോടെത്താനും അതേ നേരം തന്നെ. ഇന്നലെ ശശീന്ദ്രൻ മിനിസ്റ്റർ എന്നോട് പറഞ്ഞു, നിങ്ങൾ നേരത്തെ പുറപ്പെടണ്ട, നിങ്ങൾക്കാകുമ്പോൾ 40 മിനിറ്റേ വേണ്ടി വരൂ എന്ന്. എന്നാലും ഞാൻ കുറച്ച് സമയം കണക്കാക്കി തന്നെ പുറപ്പെട്ടു. പഴയ റോഡുകളെല്ലാവരും ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. ആകെ പൂർത്തിയായുള്ള നാഷണൽ ഹൈവേയുടെ സ്ഥിതി ആലോചിച്ച് നോക്കൂ. അതിൻ്റെ സംഭവങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. ഇത് 2016 LDF സർക്കാരല്ല അധികാരത്തിൽ വന്നതെങ്കിൽ 2021 അതിന് തുടർച്ചയുണ്ടായില്ല എങ്കിൽ ഈ രീതിയിൽ പൂർത്തിയാകുമായിരുന്നോ? ഏതാനും നാൾ കഴിയുമ്പോൾ ഈ റോഡാകെ നല്ല സുന്ദരമായ റോഡുകളായി പൂർണ്ണതയിലേക്ക് എത്താനല്ലേ പോകുന്നത്. നമ്മുടെ ഗെയിൽ പൈപ്പ് ലൈൻ, അതിലൂടെ ഗ്യാസ് ഇപ്പോൾ പ്രവഹിക്കുകയാണ്. സിറ്റി ഗ്യാസ് പദ്ധതിയുടെ ഭാഗമായി അടുക്കളയിൽ ഗ്യാസ് എത്തുന്ന നില വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ എടമൺ കൊച്ചി പവർ ഹൈവേ, അത് വഴിക്കിട്ടുകളഞ്ഞതായിരുന്നു, അതും പൂർത്തിയാക്കാനായി. ഒരു ഭാഗത്ത് മലയോര ഹൈവേ, വേറൊരു ഭാഗത്ത് തീരദേശ ഹൈവേ. ഇതിനിടയിൽ തന്നെ കോവളത്ത് നിന്ന് ബേക്കൽ വരെ എത്തുന്ന ജലപാത. കേരളം ഏത് രീതിയിലാണ് മാറാൻ പോകുന്നത്? നമ്മുടെ നാടിൻ്റെ മാറ്റം ആരെയും കൊതിപ്പിക്കുന്ന പ്രകൃതി ഭംഗിയുള്ള നാടാണ് കേരളം. എന്നാൽ അതിനോടൊപ്പം പശ്ചാത്തല സൗകര്യം വലിയ തോതിൽ വികസിക്കുന്ന നില വന്നിരിക്കുന്നു. ക്ഷേമ പെൻഷൻ 600 രൂപ നേരത്തെ 18 മാസം കുടിശ്ശിക. 2016 ഈ കഴിഞ്ഞ ഗവൺമെൻറ് LDFൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യമെടുത്ത തീരുമാനം ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കൽ. ഇപ്പോഴേ 1600, 60 ലക്ഷം പേർക്ക്. ഇതെല്ലാമല്ലേ നാടിൻ്റെ അനുഭവം? എല്ലാ മേഖലയും മാറിയില്ലേ? വിദ്യാഭ്യാസ രംഗം, ആരോഗ്യരംഗം, ഉന്നത വിദ്യാഭ്യാസ മേഖല, ഏത് രീതിയിലുള്ള മാറ്റം? കാർഷിക രംഗത്തുണ്ടായ അഭിവൃദ്ധി എത്ര വലുത്! നമ്മുടെ നാടിലെ നെൽവയലിൻ്റെ വിസ്തീർണം വളരെ വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു. ഇവിടെ കിടപ്പാടം സ്വപ്നം കണ്ടിരുന്ന ആളുകൾക്ക് ലൈഫ് മിഷനിലൂടെ 4.5 ലക്ഷത്തിലധികം വീടുകൾ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു. 5 ലക്ഷത്തിലേക്ക് പെട്ടെന്ന് എത്താൻ പോവുകയാണ്. പട്ടയം 4 ലക്ഷത്തോളം പട്ടയം
നമ്മുടെ സംസ്ഥാനത്ത് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം ഈ കാലയളവിൽ പ്രാവർത്തികമാക്കിയതാണല്ലോ. എല്ലാ രംഗവും, ഏത് രംഗമെടുത്താലും മാറ്റത്തിൻ്റെ, പുരോഗതിയുടെ ചിത്രം മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. ഇതിന് എല്ലാം നമുക്ക് കഴിഞ്ഞത് നാടിൻ്റെ ഒരുമയും ജനങ്ങളുടെ ഐക്യവുമാണ്. അതിൻ്റെ ഭാഗമായാണ് ഈ തരത്തിൽ പുരോഗതി നേടാൻ കഴിഞ്ഞത്. ഇതോടൊപ്പം കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനെയൊരു നിലപാടെടുക്കുമ്പോൾ കേരളത്തിൻ്റെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് അതിനെ എതിർക്കാൻ ബാധ്യതപ്പെട്ടവരാണ് കേരളത്തിലെ പ്രതിപക്ഷം. പക്ഷേ അവരും കേന്ദ്ര ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. കേരളത്തിൻ്റെ താല്പര്യം ഉയർത്തിപ്പിടിക്കാൻ ബാധ്യതപ്പെട്ട കേരളത്തിലെ മാധ്യമങ്ങളിലേറിയ പങ്കും നിർഭാഗ്യവശാൽ കേന്ദ്രത്തിനോടൊപ്പം നിന്ന് ഇടതുപക്ഷ വിരോധവും LDF വിരോധവും വെച്ചുകൊണ്ട് നിലപാടെടുക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. നമുക്ക് തകരാൻ പറ്റില്ല. നമ്മുടെ നാടിന് ഇനിയും പുരോഗതി ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. നവകേരളത്തിൻ്റെ യാത്രയിലാണ് നാം. ഒരുപാട് പുരോഗതികൾ നാം നേടിയിട്ടുണ്ട്. എണ്ണി എണ്ണി പറയാനുള്ള നാഴികക്കല്ലുകൾ ആ പുരോഗതിയുടെ ഭാഗമായി കാണാൻ കഴിയും. ഇനിയും അത് തുടരേണ്ടതായിട്ടുണ്ട്. ആ കാര്യത്തിൽ ഇതേവരെ നൽകിയതുപോലുള്ള സഹകരണവും പിന്തുണയും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ആഘോഷ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിറഞ്ഞ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.